നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ ഹത്രസിൽ മതപരമായ ചടങ്ങിനിടെയുണ്ടായ തിരക്കിൽ കുട്ടികളും സ്ത്രീകളും അടക്കം 90 പേരോളം മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മരിച്ചവരിൽ 3 പേർ കുട്ടികളാണ് എന്നാണ് റിപ്പോർട്ട്. ഒരു ഗ്രാമത്തിൽ സത്കാരത്തിനെത്തിയ വിശ്വാസികൾ പരിപാടി കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴാണ് ഈ ഒരു തിരക്കുണ്ടായത്. നിരവധി പേർക്ക് ഈ ഒരു അപകടത്തിൽ പരിക്കുണ്ട്. 23 സ്ത്രീകളും ഒരു പുരുഷന്റേതുമടക്കം ഇതുവരെ 27 മൃതദേഹങ്ങളാണ് സംഭവ സ്ഥലത്ത് നിന്ന് ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളതെന്നാണ് ചീഫ് മെഡിക്കൽ ഓഫീസർ രാജ്കുമാർ അഗർവാൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്താൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരണസംഖ്യ 107 കടന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ എല്ലാം പോസ്റ്റ്മോർട്ടം ഹൌസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹത്രസ് ജില്ലയിലെ രതിബാൻപൂരി നടന്ന സത്സംഗ് കഴിഞ്ഞ് ആയിരക്കണക്കിന് ആളുകളാണ് വേദിയിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ ഒരു അപകടമുണ്ടായത്. മരിച്ചവരിൽ ഭൂരിഭാഗവും എട്ട, ഹത്രാസ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് റിപ്പോർട്ട്. സംഭവത്തെ തുടർന്ന് പോലീസും ജില്ലാ മജിസ്ട്രേറ്റും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഹത്രസിൽ നടന്ന അപകടത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ദീപക് കുമാറിനോട് വിശദീകരണ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും പരിക്കേറ്റവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഗ്ര ADGPയെയും അലിഗഡ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. പരമശിവന് വേണ്ടിയുള്ള മതപരമായ ചടങ്ങാണ് ഹത്രസിൽ നടക്കുന്നത്. അതിനിടെയാണ് ഇത്തരത്തിൽ വളരെ അപകടം പിടിച്ച ഒരു തിക്കും തിരക്കും അപ്രതീക്ഷിതമായി സംഭവിക്കുകയും അതുപോലെ തന്നെ നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന ആശങ്കയും അവിടെ നിലനിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടപടികളെല്ലാം തന്നെ വളരെ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപകട സ്ഥലത്ത് നേരിട്ടുണ്ടായിരുന്ന ദൃക്സാക്ഷികളുടെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. ഞങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കാനായി വന്നതാണ്. വലിയ ജനക്കൂട്ടമായിരുന്നു. സത്സംഗം അവസാനിപ്പിച്ചപ്പോൾ ഞങ്ങൾ പോകാൻ തുടങ്ങി. ഇടുങ്ങിയ വഴിയായിരുന്നു. ഞങ്ങൾ വയലിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബഹളം ആരംഭിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. അപകടത്തിന് സാക്ഷി വഹിച്ച ഒരു ദൃക്സാക്ഷിയുടെ മൊഴിയാണിത്. ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി. ഉയരത്തിൽ റോഡ് നിർമ്മിച്ച് താഴെ ഓവുചാലും ഒന്നിനു പുറകെ ഒന്നായി ആളുകൾ അതിൽ വീഴാൻ തുടങ്ങി. ചിലർ അതിൽ അകപ്പെട്ടു. മറ്റൊരു ദൃക്സാക്ഷിയുടെ മൊഴിയാണിത്. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സംഭവം ഹൃദയഭേദകമാണെന്ന് പ്രസിഡന്റ് ദ്രൗപദി മുർമുവും അറിയിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഹത്രസ് ജില്ലയിലുണ്ടായ അപകടത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ഭക്തർ മരിച്ച വാർത്ത ഹൃദയഭേദകമാണ്. കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവരോട് ഞാൻ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് തന്റെ ഔദ്യോഗിക പോസ്റ്റിൽ കുറിച്ചിട്ടുള്ളത്. സംഭവം അറിഞ്ഞയുടൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥരോട് ഉടൻ സ്ഥലത്തെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് ആശുപത്രിയിൽ ശരിയായ ചികിത്സ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെ ഡയറക്ടർ ജനറലിനെയും 2 മുതിർന്ന മന്ത്രിമാരെയും ചീഫ് സെക്രട്ടറിയും സംഭവ സ്ഥലത്തേക്ക് നേരിട്ട് അയച്ചിട്ടുണ്ട്. UP മന്ത്രി സന്ദീപ് സിംഗ് പറഞ്ഞു. ഹത്രാസ് സംഭവ സ്ഥലത്തെത്തി വിഷയം പരിശോധിച്ച് സർക്കാരിന് വേണ്ടി ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരിച്ചവരുടെ എണ്ണം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിന്റെ കാരണം അന്വേഷിക്കാൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസും ആഗ്ര അലിഗഡ് കമ്മീഷണറും അടങ്ങുന്ന ഒരു സംഘത്തെ നിയോഗിച്ചതായും ഔദ്യോഗിക വൃത്തങ്ങൾ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.